2-3 വട്ടം ജങ്കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ബൈക്ക് യൂസ് ചെയ്തിട്ട് കയറിയിട്ടില്ല. കുറേ ആയി വിചാരിക്കുന്ന അങ്ങനെ പോണം. പിന്നെ എന്തെങ്കിലും ചാൻസ് വരുമ്പോൾ മതി പിന്നെ പോവാ തിരക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെക്കും. ഇന്നിതാ ഞങ്ങൾക്കൊന്ന് ചെമ്മാട് വരെ പോകാനുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള പ്ലാനിൽ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ജങ്കാറിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് നേരമായി അവിടെ ആൾക്കൂട്ടങ്ങളൊക്കെ കാണുന്ന എന്തൊക്കെയൊക്കെ വർത്തമാനങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ അതൊന്നും മൈൻഡിലില്ല. എങ്ങനെയെങ്കിൽ ജങ്കാറിൽ കയറണം, കാഴ്ചകൾ കാണണം. കൊച്ചിയിലൊക്കെ പോയിട്ട് ജങ്കാറിൽ കയറിയിട്ടുണ്ടെങ്കിലും ബൈക്കിലല്ല കാറിലാണ് കയറിയത്. അപ്പോൾ എന്തായാലും ബൈക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ആക്സിഡൻ്റ് ആയ സംഭവം നമ്മളെ കണ്ണുപെട്ടത്. പിന്നെ അതെന്ത് പറ്റി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിലൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ അവിടുന്ന് ജങ്കാറിൽ തന്നെ ഓരോ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അവിടെ എത്തിയപ്പോൾ ഫുള്ള് തിരക്കും. ഇതൊന്നുമില്ല മൈൻഡിൽ. കാരണം ഇങ്ങോട്ടേക്ക് കയറാനുള്ള ആൾക്കാരാണ് ഈ കൂടി നിൽക്കുന്നതെന്നാണ് ഞങ്ങളെ മൈൻഡിലുള്ളത്. അതിനെക്കൊണ്ട് അത് വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സംഭവം ഞങ്ങളെ കണ്ണ് പെട്ടത്. പിന്നാണെങ്കിൽ അവിടെ നിർത്തി നോക്കാനുള്ള ടൈമില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തണം. ഒന്നാമത് ലേറ്റ് ആയിട്ടുണ്ട്. ജങ്കാറിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ചെറുതായിട്ടുള്ളതുകൊണ്ട് അതൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഫയർഫോഴ്സും ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയത്. എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്നുള്ളതിൽ ഞാനത് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നു.